السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ദീനിലെ നിയമങ്ങൾ എൻ്റെ മേൽ അധികരിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് എല്ലാം മുറുകെ പിടിക്കുവാനുള്ള ഒരു മാർഗം താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. താങ്കളുടെ നാവ് അള്ളാഹുവിൻ്റെ സ്മരണയിൽ നനഞ്ഞു നിൽക്കട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒഴിവു സമയങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, അതുപോലെ സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ധാരാളമായി അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്കാർ ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മസലുല്ലദീ യദ്കുറു റബ്ബഹ് വല്ലദീ ലാ യദ്കുറു റബ്ബഹ് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ ശാന്തമാകുവാൻ, അതുപോലെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് ധാരാളമായി ചൊല്ലാവുന്ന സംഗതിയാണ് ദിക്ർ എന്നുള്ളത്. ചെറിയ ചെറിയ ദിക്റുകൾക്ക് പോലും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസുൻ മിൻ കുനൂസിൽ ജന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് സ്വർഗത്തിലെ ഖജനാവുകളിൽപ്പെട്ട ഒരു ഖജനാവാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നു, ശ്രദ്ധിക്കുക, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ ഹുത്തത് ഖതായാഹ് വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അത് കടലിലെ നുരയോളമുണ്ടെങ്കിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സുബ്ഹാനല്ലാഹി വബിഹംദി എത്ര ചെറിയ ദിക്റാണ്. ഇത് 100 തവണ ചൊല്ലാൻ നമുക്ക് ഒരു 10 മിനിറ്റ് എടുക്കില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്റിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? അത് 100 തവണ ചൊല്ലിയാൽ കടലിലെ നുരയോളമുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ ഏറ്റവും നല്ല നിലയിൽ വിനിയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.